ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലേക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. ഓം ഹ്രീം സൂപ്പർ ഹിറ്റായ നമഃ. മിന്നാമിന്നിക്കൂടായി മിന്നും നാടാണ്, ചൂളം മൂളിപ്പോരുന്നു കാറ്റ്. മിന്നാമിന്നിക്കൂടായി മിന്നും നാടാണ്, ചൂളം മൂളിപ്പോരുന്നു കാറ്റ്. മൂവന്തിക്കാമാനം ചിന്തും ചിന്തൂരം, നെറ്റിപ്പൊട്ടായി ചാർത്തിയിടും പെണ്ണ്. കുടച്ചൂടും പേരാൽ കൊമ്പിൽ മണിമൈനക്കാ കല്യാണമായി, ഒരു കുരവക്കായി കുഞ്ഞാറ്റകൾ ഇനി വരവേൽക്കാൻ പൂമേളങ്ങൾ. മിന്നാമിന്നിക്കൂടായി മിന്നും നാടാണ്, ചൂളം മൂളിപ്പോരുന്നു കാറ്റ്. മൂവന്തിക്കാമാനം ചിന്തും ചിന്തൂരം, നെറ്റിപ്പൊട്ടായി ചാർത്തിയിടും പെണ്ണ്.
നാടൻ ചിന്തിൻ ചെറുചെപ്പെല്ലാം തപ്പണ്ടേ. സ്നേഹം വാഴും ഈ തൂവൽ തീരത്ത് വെള്ളിത്തിങ്കൾ തിരുനാളം നീട്ടുന്നു. മിന്നിക്കൂടായി മിന്നും നാടാണ്, ചൂളം മൂളിപ്പോരുന്നു കാറ്റ്. കുട ചൂടുന്ന പേരാൽ കൊമ്പിൽ മണിമൈനക്കോ കല്യാണമായി. ഒരു കുരവയ്ക്കായി കുഞ്ഞാറ്റകൾ ഇനി വരവേൽക്കാൻ പൂമേളങ്ങൾ. നോക്കണ്ട സുരേ ചെല്ലടാ ചെന്ന് മുട്ട. സുരേ ചെല്ലടാ ചെല്ലടാ ചെല്ല്. നീ ആ തൊഴിലുറപ്പിന് പോണ ശാന്തിച്ചിട്ട് മോളല്ലേ? അതിന്റെ അമ്മായിയാ. അത് കുഴപ്പമില്ല. ഞാൻ സുരേഷ്, പെയിന്റിങ് കോൺട്രാക്ടറാ. എന്റെ കയ്യിൽ കുറെ പണിക്കാരൊക്കെ ഉണ്ട്. വീട് പെയിന്റ് അടിക്കണോ? നമ്പറോ തരില്ല, അതൊക്കെ പിന്നെ. ശരി, ഓക്കെ, നമ്പർ ഞാൻ മേടിച്ചോളാം. വെളുക്കുമ്പോൾ കുളിക്കണ നേരത്ത് പിന്നിൽ വന്ന് സോപ്പിട്ട് തന്നവളെ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട്. നിന്നോടൊരു 100 വട്ടം പറഞ്ഞിട്ടില്ലടാ അലക്കണ സോപ്പ് എടുത്ത് കുളിക്കരുതെന്ന്. ഇങ്ങനെ തേച്ചാൽ വൃത്തിയാവില്ലേച്ചി? വൃത്തിയാവില്ല, എത്ര പറഞ്ഞാലും നാണല്ലാത്തവൻ. വേറെ വെളുക്കുമ്പോ വരും ഇങ്ങട് കുളിക്കാന്നും പറഞ്ഞിട്ട്. അയ്യോ എന്റെ ഉജാല. സുഭാഷേ 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 എവിടെ? ഇത് എവിടെയാ? ഞാൻ ഇതിനകത്ത് ഗൂഗിളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിളിന്റെ വീടല്ല, അയ്യപ്പന്റെ വീടിന്റെ കാര്യം ചോദിച്ചത്. അതല്ലെന്ന് ഇതിനകത്ത് സെർച്ച് ചെയ്തല്ലേ, ഇത് ഇവിടെ എവിടെയാണ് സംഭവം? അച്ഛാ കല്യാണത്തിന് മുമ്പ് പോവാം. ഈടാ ആദ്യം ഒന്ന് പെണ്ണ് കാണും, എന്നിട്ടല്ലേ കല്യാണം. അതിങ്ങനെ താമസിച്ച് പോയാൽ അതിന്റെ കല്യാണം കഴിയും. അതുകൊണ്ട് പറഞ്ഞ് നേരത്തെ പോവാന്ന്. നീ ആക്രാന്തം കാണിക്കല്ലേ? ആ കിട്ടി കിട്ടി. അതെ കിട്ടിയെന്ന്. ഇതാണ് സംഭവം. ഇതിനിത് ഇവിടെ കൊണ്ടു നടക്കുന്നു. ഇത് പെണ്ണിന്റെ ആംഗ്ലയായ മതിയായിരുന്നു. അതെ ഞങ്ങളിവിടെ ബന്ധം കൂടാൻ പോകും. നമ്മൾ കാണേണ്ടി വരും. നടക്കണം, ബന്ധം കൂടെ ചെത്തുകാരോട് പറയണം. ഇതാ വീട്. ചേട്ടാ ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയി. ഇതാണ് ചെറുക്കന്റെ അച്ഛൻ, ചെക്കൻ, ഇതമ്മ. ഞാനാ ചെറുക്കൻ. പെണ്ണിന്റെ അച്ഛനാണോ? അതെ. എന്ത് ചെയ്യുന്നു? ടൗണിൽ മുതലാളിയുടെ കൂടെയാ. ആണോ? നിങ്ങൾ വരുന്നോണ്ട് കാലത്തേക്ക് എത്തി. നന്നായി. അപ്പൊ ദിവസം പോയി വരുമൊന്നുമില്ലേ? അല്ല അതിപ്പോ എന്താ നിങ്ങൾ കരുതി? മുതലാളിയുടെ മെയിൻ ആളാണ് കേട്ടൻ.
പുള്ളിയില്ലെങ്കിൽ ഊണില്ല, മുതലാളിക്ക് ഉറക്കമില്ല, എന്തിന് മൂത്രം ഒഴിക്കണേ വരെ ചേട്ടൻ വേണം. അതാ പിടിപാട്. എന്നാ അകത്തോട്ടിരിക്കാം. ആയിക്കോട്ടെ, കേറമ്മേ. എടാ കല്ലു, നീ ഇവിടെ ഇരിക്കുക. ചേച്ചിയെ കാണാൻ അവരെങ്ങ് എത്തി. വേഗം വാ. മോനെന്താ പണി? ഓ അങ്ങനെയൊന്നുമില്ല, എല്ലാ പണിയും ചെയ്യും. കൂലിപ്പണിയാ. കൂലിപ്പണി എന്ന് പറയാൻ മോശം പണിയാ? ഞാൻ പറഞ്ഞ മോശം പണിയാന്ന്. ആ പിന്നെ സാലറി കിട്ടും, ഡെയിലി സാലറി കിട്ടും. എന്താടാ? ഇതാണോ? ഇതാണോന്ന്? ഇത് അമ്മയാടാ. പെണ്ണിനെ വിളി. കൊച്ചിനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. കല്യാണി വിളിക്ക്. മോളെ, ചായ എടുത്ത് കുടിക്ക്. ചൂടാണോ അച്ഛാ? ചൂടാണോന്നാ? തേപ്പൂട്ടി വരുവോ? കുടിക്കച്ചാ, തണുത്ത് കാണും. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. ചെല്ലേ. അയ്യോ, ഇത് പിന്നെ ഞാനാ ചെക്കൻ. അല്ല ഞാനാ. അതിനെന്താ ചെല്ല്. പിന്നെ അച്ഛൻ പോ സംസാരിക്കാനേ. ചെല്ല്. പോട്ടെ, ഒന്ന് മാറിയിട്ടാ. എന്ത്? നിന്റെ ഈ മുടിയെല്ലാം കൂടെ വെച്ചോണ്ടിരിക്കുന്നു. ഓടപ്രാന്താ കല്യാണി എന്തായി കാണിക്കണേ? ഇവന്റെ ഒരു കാര്യം. ഒന്നും മിണ്ടായിരിക്കും. ചേച്ചിനെ പെണ്ണാണോ വന്നിരിക്കുന്നത്? എന്തൊരു കാര്യം? ആകെ പ്രശ്നമായി. സൂര പണി പാളിച്ചു. എന്ത്? ഇന്നലെ വിളക്ക് വന്ന പെൺകുട്ടിയില്ലേ, അവളെ നമ്പർ ഞാൻ വിളിച്ചു. അവളെ വീട്ടിൽ നോക്കി. ഏതാ അവള്? കൈതക്കിലോ മറ്റോ ഉള്ളതാ, ഏതൊരു പപ്പന്റെ പെങ്ങള്. എന്താ അവനോടെ? അവൻ വീട്ടിൽ പേടിച്ചിരിക്കുക. നീ സൈക്കിൾ എടുത്തേ. ഇന്ന് പണി പാളും. നീ സൈക്കിൾ എടുക്ക്. അമ്മേ, എന്തുട്ടാണത്? കുഴപ്പമൊന്നുമില്ല. ഇത്ര കാലത്ത് സൈക്കിൾ മരം പഠിച്ചിട്ടില്ലേ? നീ എടുക്ക് ചവിട്ട്. സൂര്യനെ അവര് പിടിച്ചിണ്ടാവോ? ഏയ്, എന്തായാലും നമുക്ക് പോയി നോക്കാം. വിട്. ഈ പപ്പനാള് പുലിയാന്ന് കേട്ടെ. സൂര്യയുടെ കാര്യം പണി പാളോ? ഏയ്, ഇതിലേ ഇവിടെ ആരും കാണാനില്ലല്ലോ. നോക്കാം. അയ്യോ, സുരോ ആരുമില്ല തോന്നുന്നുണ്ട്. വാതിൽ പൊട്ടിക്കാണല്ലോ. ഒരാള്. ഇയാളോട് ചോദിക്കാം. ചേട്ടാ, ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ല. സുരേന്റെ അച്ചാച്ചന്റെ അനിയന്റെ മോന്റെ ആരോ മരിച്ചു. അവരൊക്കെ അവിടെയാ. സൂര്യാണ് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട ആള്. അല്ലേട്ടാ, ഇവിടെ വേറെ വന്നിരുന്നോ? ഉവ്വ് മോനെ, ഞാനിങ്ങോട്ട് വന്നപ്പോ അവരങ്ങോട്ട് പോയി. സാധനം കൃഷ്ണേട്ടന്റെ മോളാ, ഫെമിനിസ്റ്റാ. കരയില്ലമ്മേ, കരച്ചിലൊന്നിനും ഒരു പരിഹാരമല്ല. ഏത് വേദനയും കടിച്ചമർത്തുന്ന ഒരു ഹൃദയമാണ് സ്ത്രീക്ക് ആവശ്യം. ആ കർമ്മം ചെയ്യുന്ന ആളെ വിളിക്കോ? ചാണകപ്പറമ്പിൽ കുട്ടികൃഷ്ണൻ. ഇതില് പാരം മരിച്ചേ? Yo, 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 yo. ഇതാലോ കുട്ടികൃഷ്ണൻ.
പറയാ. ഓം പവിത്രം പാപനാശനം പാപനാശനം ആയോർത്തേജോബലം തേജോബലം സൗഖ്യം സൗഖ്യം സുകീർത്തി സുകീർത്തി പുഷ്ടിവർദ്ധനം പുഷ്ടിവർദ്ധനം പവിത്രധാരണ നമഃ. പണി പാളിട്ടാ നിന്നെ നശോട്ട് ഞാൻ പുറത്തു വന്നിട്ടുണ്ട് ആട്ടി ഉറപ്പാ. ഇത് കഴിയാണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഒന്നിച്ച് പിടിച്ച് മുഖവും ശിരസ്സും മതിയടാ പോവാ. കഴിയട്ടെ, നീ ഒന്ന് മാറിന്നേ. അയാൾ ജീവിച്ചിരിക്കും ഒരു സമാധാനം തരില്ല. പോയ പോക്ക് കണ്ടില്ലേ? കരയല്ലേ കരയല്ലേ മോളെ. എന്താണ് വീടും വലിച്ചിരിക്കുന്നത്? സിഗരറ്റ് ഇല്ലേ? ഇതാണ്ടാ സൂപ്പർ. എടാ സുബിയെ, എന്നെ അന്വേഷിച്ചാലും വന്നിരുന്നു അവിടെ? ഇല്ലടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ അവളെ വളച്ച് വന്നേ. അപ്പല്ല അവിടെ ചേട്ടൻ ഫോൺ എടുത്തേ. ഞാനൊക്കെ പേടിച്ചു. ബെസ്റ്റ്. ഒരു പപ്പൻ. ആരണ്ടി പപ്പൻ? നിന്റെ അപ്പൻ. നിനക്കെന്റെ പെങ്ങള് രാത്രി ഇടുന്ന ഡ്രസ് ഏതാണെന്ന് അറിയണം അല്ലടാ? വേണ്ട പേട്ട. വേണ്ടേ? ആടിയടാ. തിരിച്ചു നിൽക്കുന്ന വരിക്ക് പ്രാവിനോടടക്കം ചൊല്ലണതെന്താണ്? കിഴക്ക് മാറ്റിനടുത്ത് വന്നിട്ട് ഉറക്കെ പാടടി പൂങ്കാറ്റ്. ആവേശച്ചൂളമടിച്ചാഘോഷത്താളമടിച്ചാടി സതിർപ്പാടി പുളിഞ്ചോടിൻ മണ്ണാട് നെഞ്ചുകൊട നിവാട് പഞ്ചാരി താളത്തിൽ ചെണ്ടയടിക്കലുണ്ട്. ആടിതാകയാടിയോടി കൂടെ വരുന്നേ. നീലാണ്ടൻ ചമ്പുലികൾ തോറ്റോടി ചെണ്ടലി പോലെ. അടടാ ഇനി വാ വിജയോ, ഇത് നാം നേടി ആവേശച്ചൂളമടിച്ചാഘോഷത്താളമടിച്ചാട് സതിർപ്പാട്. ആവേശച്ചൂളമടിച്ചാഘോഷത്താളമടിച്ചാട് സതിർപ്പാട്. ചിരിച്ചു നിൽക്കുന്ന വരിക്ക് പ്രാവിനോടടക്കം ചൊല്ലണതെന്താണ്? കിഴക്ക് മാറ്റിനടുത്ത് വന്നിട്ട് ഉറക്കെ പാടടി പൂങ്കാറ്റ്.
പിന്നെ പിള്ളേര് വേല ഏഴക്കൂട്ടത്തിൻ ആറാട്ടുവേള മേലെ ചണ്ടാരകരാവേ വായോ താഴെ പൊട്ടാമര പൂത്തെ കണ്ടോ മാളത്തിൽ തൊട്ട് കളിച്ച പിന്നെ കൊത്തിടുമേ ചേരകളൊക്കെ ആരും ചില്ലറയല്ലേ നോവിച്ചാൽ നിന്നു തരില്ലേ ആടിതാകയാടിയോടി കൂടെ വരുന്നേ നീലാണ്ടൻ ചെമ്പുലികൾ തോറ്റോടി ചുണ്ടലി പോ തിരിച്ചു നിൽക്കുന്ന വരിക്ക് പ്രാവിനോടടക്കം ചൊല്ലുന്നതെന്താണ് ആവേശ ചൂളമടിച്ചാഘോഷത്താളമടിച്ചാട് സതിർപാട് ആവേശ ചൂളമടിച്ചാഘോഷത്താളമടിച്ചാട് സതിർപാട് കയ്യു കേറിയോ നങ്കം ജയിച്ചേ വേണേ നീ വന്ന് കാണന്റെ മൈനെ ആരേ വെല്ലാനിനി ആരേ ആരേ ഉണ്ടേലോ നീ വഴി പോരെ പോരെ ഓ മുട്ടാളർ മുട്ടുമടക്കി ഉന്നെ ഇക്കര നാം ഒത്തുപിടിക്കേ ഉള്ളം തുള്ളി അലച്ചേ ഉന്മേഷ കുമ്മിയടിച്ചേ ആടിതാകയാടിയോടി കൂടെ വരുന്നേ നീലാണ്ടൻ ചെമ്പുലികൾ തോറ്റോടി ചുണ്ടലി പോ ചിരിച്ചു നിൽക്കുന്ന വരിക്ക് പ്രാവിനോടടക്കം ചൊല്ലുന്നതെന്താണ് കിണക്കം മാറ്റിട്ടിനടുത്ത് വന്നിട്ട് ഉറക്കെ പാടടിക്കും കാറ്റ് പെണ്ണുണ്ടല്ലോ അവിടെ ഉറപ്പാണല്ലോ അളിയ അങ്ങോട്ട് നോക്ക്. പടി നോക്കി കയറ്. താല അങ്ങോട്ട് തന്നോളൂ, അവിടെ ഇരിക്കാം. ഇന്ന് ഞാൻ കലക്കും. താലിമാല കിട്ടിയില്ലല്ലോ. അടങ്ങ്, ഇപ്പൊ തരാം. ആക്രാന്തം കാണിക്കരുത്. താലി കെട്ടണേ ഇനി ഇത് പിടിച്ച് വിളി കൊടുത്തു. ഡയമണ്ട് പതിച്ചതാ. സത്യം? എന്നെ തയ്ക്കും. ഒരു മിനിറ്റ്, ഒരു സെൽഫി ചോറ് കൊടുക്ക്. എടുത്തോ. മോള് ചേർന്നിരിക്കും. ഒന്നുകൂടെ ഒന്ന് ചേർന്ന് മാലെടുത്ത് വിളിയിലിട്. എല്ലാവരും ഇവിടെ നോക്കണേ. സ്മൈൽ. ദേവിയുടെ ഇഷ്ട വഴിപാടായ എന്താ ഒരു 100 വന്ന് എന്തിന് റീചാർജ്? എന്തിനാണ് അച്ഛൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്?
ഇതേ അവന്റെ സ്ഥിരം പരിപാടിയാ. എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ അവന്? ഇവനിനി എന്നാ ഒരു ഉത്തരവാദിത്വമൊക്കെ വരിക? ഉത്തരവാദിത്വമൊക്കെ വരും. അവന് സമ്മതമാണെങ്കിൽ പറഞ്ഞ് ടൗണിലോട്ട് വിടും. എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കാം. നടന്നു തന്നെ. ഭക്തജനങ്ങളുടെ വരുന്ന പറഞ്ഞില്ല ഇപ്പൊ വന്നാ വന്നു. അമ്മേന് ഹലോ അളിയ അളിയ വിളിച്ചോളാം. ആ ആ അളിയ ഇന്നപ്പോ എത്തില്ലേ? ഇന്നാണ് ഉത്സവം. ഉത്സവം ഞങ്ങൾ പറഞ്ഞോളിയാ. അളിയൻ ചേച്ചിനും കുട്ടി എന്തായാലും വരണം. ഓ അളിയ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടോ? ഉണ്ടോന്നാ? 7 മണിക്ക് നാടകം, 10 മണിക്ക് ഗാനമേള. പോരളിയ ഗാനമേള നോക്കണേ വരാ. വരണേ. വരാളിയാ. പ്രിയമുള്ള കലാസ്നേഹികളെ, കോഴിക്കോട് കൽപ്പന തിയേറ്റേഴ്സിന്റെ നാടകം ആരംഭിക്കുന്നു. ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഞങ്ങളത് പരിചയപ്പെടുത്തട്ടെ. ഞാൻ കൊടുക്കാം. പൈസ ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുക്കാം. ഞാനവിടെ ഉണ്ട്. ബാക്കി എന്തെങ്കിലും വാങ്ങിക്കും. ഞാനൊന്ന് ചേട്ടൊന്ന് മാറി നോക്കി. ഇങ്ങോട്ട് മാറടാ, സ്ത്രീകൾ വരുന്ന കാണില്ലടാ. എന്താണോ നാടകം ആരംഭിക്കുന്നു. നാടകം തുടങ്ങാൻ സമയമായി. വാങ്ങിട്ട് പോവാം. ഇങ്ങോട്ട് വാടി. നീ നാടകം കാണാൻ വന്നില്ലേ? വാങ്ങി തന്നിട്ട് പോ. അതോ അവനെ ചാരി നിൽക്കാൻ വന്നു? മാരൊക്കെ മുട്ടാനും തട്ടാനും നിൽക്കുക. നാടകം ഇപ്പൊ തുടങ്ങും. അനുഗ്രഹവും ആശീർവാദവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. കോഴിക്കോട് കൽപ്പന തിയേറ്റേഴ്സിന്റെ 5ാമത് നാടകം സുഭാഷിണി നീ പടിക്ക് പുറത്ത്. നാടകം കാണാൻ വന്ന് നാടകം കണ്ടുപിടിക്കുന്നു. അവിടെ ഇവിടെ നോക്കില്ല. മനസ്സിലായല്ലോ? അങ്ങോട്ടല്ലേ പോന്നത്? ഇങ്ങോട്ട് മാറടോ. ഹലോ മാർ. അങ്ങോട്ട് മാറി നിൽക്കടോ. പെണ്ണുങ്ങളെ വീടിൽ കയറി ഇരിക്കുന്നു. ഇങ്ങോട്ട് തള്ളി തുടങ്ങി നോക്ക്. ഞാനങ്ങോട്ട് നോക്കിയിരിക്കല്ലേ. ബാബുട്ടാ, സുഭാഷിണി, ഞാൻ ഈ വീട് വിട്ട് പോവുകയാണ്. രമ്യ എന്നെ കണ്ടിണ്ടാവില്ലേ? പിന്നെ അവളെ തന്നെ തിരിഞ്ഞു നോക്കാണ്ട് പോയേ. കൂടെ കൂറ തള്ളില്ലേ? അത് കാരണം ഇതേ പോലീസ് പുകവിടല്ലേട്ടാ, പുകവിടല്ലേ. എന്താണ് ഒരു പരങ്ങല്? എന്താണൊന്നും മിണ്ടാത്തെ? ഒന്നുമില്ല സാറേ. നിക്കണവിടെ നിക്കാൻ. എന്തത്? ഫ്യൂസ്. ഇതാരത് വഴിയിൽ ഉരുട്ടെ? ആ ഓക്കെ. തീപ്പിടി തീരെ ഓടി വാടി കൂട്ടി. ചേട്ടാ 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 ഡ്രൈവർ മാറാ. നീ കാണണം ഇതല്ല. നീ ഒറ്റ എടുത്തും കാണണം ഇതല്ല. ഞാനല്ല അളിയ, കള്ളനല്ലേ മാലുണ്ട്. ഇത് കള്ളനോ? നിന്നോട് ഞാൻ പറഞ്ഞോ ഉത്സവം വേണ്ട, മാങ്ങാത്തൊല്ലിയും വേണ്ടെന്ന്. ചാടിത്തുള്ളി നിന്നല്ലേ നീ? അളിയ ഞാനല്ല, കള്ളനല്ലോ ഉണ്ട്. കള്ളൻ നിന്റെ. നിനക്കറിയോ ചേട്ടൻ എന്നോട് 100 തവണ പറഞ്ഞ ഉത്സവത്തിന് പോകണ്ടെന്ന്. പിന്നെ നിന്നുള്ള സ്നേഹം കൊണ്ട് മാത്രം ഞങ്ങൾ വന്നത്.
ഞാനല്ല ചേച്ചി. അമ്മ എനിക്കതല്ല. എന്റെ വീട്ടിൽ ഡയമണ്ട് ഇല്ലാതെ കയറി ചെന്ന് എന്റെ വീട്ടുകാർ എന്ത് പറയും? എന്റെ ബന്ധുക്കൾ എന്ത് പറയും? മോനത് കഴിക്കേ. അമ്മ പറ, എന്ത് വിചാരിക്കും? അവർ വിചാരിക്കത്തില്ലേ നിങ്ങളുടെ മറിച്ച് വിറ്റാണെന്ന്, അല്ലെങ്കിൽ എടുത്ത് പണയം വെച്ചാണെന്ന്? ഇവനല്ലേ ഇതിനല്ല കാരണം. ഞാനല്ല അമ്മേ. എടി, ഇന്ന് ഞാൻ വിചാരിച്ച നിനക്ക് ഡയമണ്ട് വാങ്ങിച്ചു തരാൻ പറ്റും, പക്ഷെ വാങ്ങി തരില്ല. എന്താ ഇങ്ങനൊരു ആങ്ങൾ, ഇങ്ങനൊരു സഹോദരനുള്ളപ്പോൾ നിനക്ക് അങ്ങനെ വാങ്ങിച്ചു തരും? ഇനിയൊരു സത്യം പറയാലോ, പറയാൻ പാടില്ല, എന്നാലും പറഞ്ഞു പോവാ. ഇവനോട് പ്ലാൻ ചെയ്താണോ ഈ സംഭവം ഇത് മോഷ്ടിച്ചെന്ന് എനിക്ക് സംശയമുണ്ട്. ആണോടാ? ഞാനല്ല. എന്റെ ജീവിതം എങ്ങനെ ആയി പോയല്ലോ. പക്ഷേ ഞാൻ ലോഡിംഗാരെ വിളിക്കണം. മോനത് കഴിക്കേ. അയ്യോ. എന്താ പറ്റി മോനെ? ഈ വെള്ളം കുടിക്കേ. കാണിക്കുന്നേ? അലിയ നിക്കളിയ. അലിയോ പോലെ അലിയ ചെല്ലടാ. അലിയ 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 അലിയന്റെ മാല അടുത്ത ഉത്സവത്തിനുള്ളിൽ ഞാൻ മേടിച്ചു തരാം. എത്ര എന്റെ മാല അത്? നാറിന്നാ ഇന്നേ വരെ ഒരു പണിക്കും പോകാത്ത നീ എങ്ങനെയാടാ 4 പവന്റെ മാല വാങ്ങി കൊടുക്കണേ? ആ, അച്ഛൻ ടൗണിൽ ഒരു ജോലി പറഞ്ഞിരുന്നതല്ലേ? അതൊന്നും വേണ്ട, ഞാൻ സൂര്യയുടെ കൂടെ പെയിന്റ് പണിക്ക് പോക്കോളാം. ഡെയിലി 700 രൂപ കൂലി. 4-5 മാസത്തിനുള്ളിൽ മാല മേടിച്ചു കൊടുക്കാൻ എനിക്കറിയാം. നിങ്ങൾ എന്തുകൊണ്ടാ കാണാ മൊബൈലില്? മതേഷ്ടിയല്ലേ അമ്മക്കിളിക്കൂട് കാണാം. അമ്മക്കിളിക്കൂടാ? നീയൊക്കെ കിട്ടുന്ന പൈസ 100 രൂപ അമ്മയ്ക്കോട് കൊടുക്കും, എന്നിട്ട് കാണാം അമ്മക്കിളിക്കൂട്. ആദ്യം നീയൊക്കെ ഒന്ന് പണിയെടുക്കടാ. വൈകിട്ട് പൈസ മേടിക്കാൻ കൈ നീട്ടോണ്ട് വാട്ടാ. അവന്റെ അമ്മയുടെ ഒരു കിളിക്കൂട്. എവിടെയുണ്ട്? ഹലോ, എന്താണ് സുഖമല്ലേ? സുഖേട്ടാ, സുഖാരി. ഇതാരാ പുതിയ ആളാ? പണി വല്ലതൊക്കെ അറിയാമോ? അറിയാവുന്നോ ചേട്ടാ? എന്നെക്കാളും വലിയ പണിക്കാരനാ. ഓ, തന്റെ പണിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടി കാശ് മേടിച്ചിട്ട് പോകാനാണെങ്കിൽ നടക്കൂല. ഇവൻ അങ്ങനത്തെ പണിക്കാരനൊന്നും അല്ല ചേട്ടൻ. ഇവൻ കലക്കുന്ന കലക്കണ്ട. ഇവന്റെ കലക്ക് ഞാൻ കണ്ട്. ഇവനും നീ കൂടി എന്നെ കലക്കരുത്. മര്യാദയ്ക്ക് പണിയെടുത്ത് എല്ലാവർക്കും കൊള്ളാം. ഞാൻ പറയേണ്ടൊക്കെ പറഞ്ഞു. കാശ് പറ്റിക്കാൻ വേണ്ടി അറിയാം. ശശിടാ, അത് പിന്നെ അടിക്കാടാ. ആദ്യം പോയി ചോരണ്ടടാ. ആ സ്ക്രാപ്പ് ഡാ, ചെല്ല് ഡാ, അങ്ങോട്ട് പോടാ. നീ എന്തുട്ടേ കലക്കണേ? പോലീസാണ് ഇത്ര നേരം കലക്കാൻ? പെയിന്റ് കലക്കിയത് മതിയടാ. നീ വൈകിട്ട് വരെ എന്തെങ്കിലും പണി ചെയ്, ചുമ്മാ അടിച്ചാ മതി കേട്ടാ. ആ, പേര് ദോഷം ഉണ്ടാക്കരുത്. ഇല്ല. ആ, എന്തുട്രേ കാണിക്കണേ? പെയിന്റ് അടിക്കണ്. എടാ കാലമാട, നിന്നോട് ഞാൻ ചുവരിലടിക്കാനല്ലേ പറഞ്ഞേ? ഗ്ലാസ്സിൽ ആരെങ്കിലും പെയിന്റ് അടിക്കൂടാ മണ്ട. അത് പോടാ. നീ അല്ല ആരുടെ അടുത്ത് സീലിംഗ് അടിക്കടാ. ഇനി മറ്റന്മാരെ വരാ. നിനത്തങ്ങടാ പെയിന്റ് പോയേ? അതെ, ഇങ്ങനെയാടാ പെയിന്റ് അടിക്കുന്നേ? ഇത് അടിച്ചപ്പോഴേ ഇങ്ങനെ വന്നപ്പോ ആരത്? ഇതാണ് നിങ്ങളുടെ പണി. ദുഷ്ടന്മാരെ. നീ പേടിക്കേണ്ട, ഒരാഴ്ച കൊണ്ട് ഞാൻ എല്ലാ പണിയും പഠിക്കാം.
ഇനി നീ വിട്ടിരുന്നേ മതിലടിച്ചാ മതി കേട്ടാ. ആ അരച്ചോ വേഗം, പെട്ടെന്നാവണം. പെയിന്റ് മുറ്റടി. അയ്യോ ചേട്ടൻ, പപ്പന്റെ അടുത്ത് വീടാ കണ്ടുള്ള പണിയെടുക്കാൻ. എനിക്കറിയോ ഇത് പപ്പന്റെ വീടാന്ന്. എന്തായാലും പോലീസ് കേസാവും. നീ മുങ്ങുന്നാ നല്ലത്. ബസ് വരുന്നുണ്ട്. പറയട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ വിട്ടോ. അവിടെ എത്തിട്ട് വിളിക്കട്ടാ. ഓക്കേടാ. ഒരു തൃശ്ശൂർ. എന്തത് ശക്തൻ
ആ ഡാ ഞാൻ ടൗണിലെത്തി. ഡാ പപ്പൻ ഹോസ്പിറ്റലാ. ബൈക്കിൽ നിന്ന് വീണ് തല പൊളിഞ്ഞെന്നാ പോലീസ് പറഞ്ഞേക്കുന്നത്. അവനെന്തോ കണ്ടിട്ടുണ്ട്, നീ സൂക്ഷിച്ചോ. നീയേ അമ്മോട് എനിക്ക് വല്ല ജോലി ഇട്ട് പോയെന്ന് പറഞ്ഞ കേട്ടാ. വേറൊന്നും പറഞ്ഞേക്കണ്ട. ആ क्या बे? क्या भाई क्या क्या कर रहा है? अच्छा अच्छा क्या अम्मा के साथ आनंदो എനിക്ക് വേണ്ടതിന്റെ കേക്ക്, എന്റെ കേക്കും ചായയും. अच्छा अरे यार चलो मेरे साथ मेरे सात आदमी काम है, डेली കൂലി 300 പിന്നെ गाना गाना ठीक है ना? हाँ 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 वाह वाह ചലോ. तू उधर क्या कर रहा है? जाके काम कर. എന്തുരേട്ടാ? ആഹാ, അപ്പൊ നീ മലയാളിയാണല്ലേ? വെറുതെ അല്ല ചുമ്മാ അവിടെ ഇരിക്കണ്. പോയി കൊഴുത്ര. തൊപ്പി വെക്കണോ? ആ എടുത്തു വെക്കി. ആ ആ ചെല്. കുത്തിയിട്ട് വരാം. ആ भाई किधर देखे काम करते हैं यार, किधर भी घुसा रहा, क्या करता है यार तुम भी यार. हट साला हट 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 पागल आदमी. ഉത്തരാ ശരിക്കെടുത്ത് കുത്തറ. ഓക്കെ. എന്തുവാണത്? ആ കുഴിയെ കുത്തിത്തിരിക്കണ.
ആരില്ലടാ ആരില്ലടാ ഞാൻ കയറാം मुझे बचाओ यार ये लेके चलो अबे तुम्हारी माँ का ये भाई मुझे बचाओ कैसा सब्जी क्या भाई സമയത്ത് ആന കുറഞ്ഞ നേരയില്ലോ ചെല് 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 चलो भाई चलो എന്ത് ഭായി മരുന്ന് എങ്ങട് മാറ് മാറ് അച്ഛാ കാം നെയ് ജാവോ ജാവോ അവിടെ ഓരോ മാരണങ്ങള് സമയങ്ങളെ വണ്ടി എടുത്തറ ചൈനീസ് കുക്ക് നേതാജി എവിടെയാണോ അത് എന്തോട് എടുത്തോണ്ട് പോടും ഞാനല്ല അവിടെ എടുത്തോണ്ട് പോടാ എന്താ വേണ്ടത്? മാലയെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട, അത് നമുക്ക് വാങ്ങിക്കൊടുക്കാം. അതല്ല അച്ഛാ,
ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തന്നെ വാങ്ങിക്കൊടുത്തേനെ. അതെ, അച്ഛനൊരു കിങ്ങിണി വർക്ക്ഷോപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അതൊക്കെ പൂട്ടിപ്പോയടാ. അയ്യോ, എന്നാ വേറൊരു പണിയുണ്ട്. അതെന്ത് പണി? ആ, അതിന് നിനക്ക് കുക്കിംഗ് അറിയോ? അവിടെ വേറെ വല്ല പണി കിട്ടിയാലോ? ഇതെന്തോന്ന് വേഷമുണ്ടോ? ചായ എടുത്തു കുടിക്കും. എനിക്കറിയില്ല, എന്തോന്ന് തലേ തട്ടിയതാ. ആ ഞാനും കണ്ടു. എന്താന്നറിയില്ല, തലയുടെ പിന്നിൽ വന്ന് തട്ടി. എന്നാ പൊക്കോ. മാണിക്കല്ലോ മഴവില്ലോ നീ, മന്ദാരപ്പൂവോ മണിമുത്താണോ, ആദ്യമായി മിഴിയോരമേ നിൻമുഖം മാമ്പൽ പൂ പോലെ, അതിലെ പൂന്തേനായി ഞാൻ രാവോ അറിയാതെ പുലരും പകലും അറിയാതെ മനസ്സിലെ മോഹക്കൂട്ടിൽ പ്രാവായി മാറി നീ, ഓരോ മൊഴിയാലെ കനവിൽ തൂവൽ തൂകി നീ, നെഞ്ചിൽ താളം നീയായി. അതിപ്പോ ഞാൻ വന്നിട്ട് ചെയ്താ പോരാ അത്? ആ വന്നിട്ട് ചെയ്യാം. ആ ഞാൻ എത്താട്ടാ. ബസ് വളരെ കുറവാ റൂട്ടില്. ബസ് വന്നിട്ടില്ലെന്ന്. ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്യണേ. അതെ ബസ് വരണ്ടാ, ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം. ചേട്ടാ 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 കൊള്ളാം, നിക്കടാ നിക്കടാ.
എന്താടാ എന്താടാ നീ എന്താടാ എന്റെ പുറം നടക്കണേ? കുറെ നേരം ഓടിച്ചിരുന്നത്. നിനക്ക് എന്താ ഉണ്ട്? എന്താണ് ഈ കവറില്? എടാ ഡ്രസ്സാ. എന്ത് ഡ്രസ്? നോക്കട്ടെ. വേറെന്താ ഇതിലുള്ളത്? വേറെ ഒന്നുമില്ലേ? പുറകെ നടന്ന നീ കള്ളാന്ന് വിളിച്ചോണ്ടല്ലോ. വെറുതെ. വെറുതെ നോക്കടാ. എന്തുണ്ട് വേറെ? എന്താണ് നോക്കി പിടിപ്പിക്കുന്നത്? ഓടാ ഓടാ കുരിശുകള്. ചേട്ടാ ചേട്ടോ ചേട്ടാ ചേട്ടോ. അയ്യോ ഇതാ. ഹലോ ഇങ്ങോട്ട് വന്നേ. എന്തേ ഇടുതാ. പേഴ്സ്. അപ്പൊ ഇതടിച്ച കുഴപ്പമൊന്നുമില്ലല്ലേ? ഭാഗ്യം, കള്ളനൊന്നും എടുത്തിട്ടില്ല. വേണ്ട 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 വേണ്ട. എന്താ നിന്റെ പേര്? കല്ലു. കല്ലു. നല്ല പേര്. വാ, ഞാൻ ദിവാകരൻ. എന്തായാലും നീ വന്നത് കൊണ്ട് എന്റെ പേഴ്സ് തിരിച്ചു കിട്ടി. നീയിപ്പോ സമയത്തിനങ്ങ് എത്തിയാ മതിയായിരുന്നു. ബസ്സിലാണോ? അതെ അതെ, ഓട്ടോയിൽ. സാരമില്ല, എന്നാ പിന്നെ ശരി, കാണാം. ഹലോ ഇങ്ങോട്ട് വന്നേ. ഇതെവിടെ സ്ഥലം? ഈ ഹോട്ടൽ അറിയോ? ആ വഴി പോയിട്ട് പലത്തോട്ട്. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ, പുകയിലെ അകറ്റി നിർത്തൂ. എന്താടാ? തലക്ക് സുഖമില്ലാത്ത ആളാ സാർ. തലക്ക് സുഖമില്ലേ? അതല്ല സാർ, ഈ തേങ്ങ തല വീണിട്ട് പൊട്ടിത്തെറിച്ച് ഹോസ്പിറ്റലിലായി. താങ്ക് യു സാർ. പോട്ടെ സാർ. പോ.
ഈ ഗതിയായ സദാനെ സൂക്ഷിച്ചു പിടിയടാ. നല്ല വെയിറ്റാ. അത് തലേക്കെട്ടിന്റെ ആടാ. ഒരാരും ചാക്ക് വീണതാ, കാര്യമായിട്ടൊന്നും പറ്റിയില്ലേ. ഇത് കഷ്ടകാലം പിടിച്ചവൻ തലമുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഏയ് ഇതല്ല, ഇത് മോങ്ങാനിരുന്ന നായയുടെ മണ്ടയിൽ തേങ്ങ വീണ അവസ്ഥ. മോങ്ങാനിരുന്ന നായ നിന്റെ തന്ത. ഓസി കിട്ടിക്കഴിഞ്ഞാ എന്ത് നല്ല ടേസ്റ്റാ തിന്നാൻ. സാറേ ഇതെന്താ ഇത്? തന്റെ അച്ഛൻ പാറവട അതല്ല അതല്ല ഇംഗ്ലീഷ്. റോണി നമ്മളെ ഒരു ചൈനീസ് കുക്കിന് ആവശ്യമുണ്ടായിരുന്നു പറഞ്ഞ് പോസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, അതിന്റെയാ. എനിക്കറിയാം. അപ്പോ ചൈനീസ് കുക്കാണല്ലേ? ഞാനവിടുത്തെ കാഷ്യർ കം മുതലാളിയാ അല്ലേ? ട്രെയിൽ അടിക്കണം, ട്രെയില്. എനിക്കറിയാം. താനാ ലഡു പാക്കേ പോച്ചല്ലേ? അപ്പോ ട്രെയിൽ അടിക്കേണ്ടി വരും. പാസ്സായി കഴിഞ്ഞാ ജോലി ഓക്കെ ഓക്കെ. പേടിക്കാനൊന്നുമില്ല, മാനേജർ നമ്മൾ സ്വന്തം ആളാ. എന്നെ ഭയങ്കര പേടിയാ, സൂക്ഷിച്ചേ, തെറ്റരുത്. സാറേ ഇത് ചൈനീസ് കുക്കാ, നമ്മുടെ പരസ്യം കണ്ടിട്ട് വന്നതാ. ചൈനീസ് എന്തൊക്കെ അറിയാം? അങ്ങനെയൊന്നുമില്ല, എല്ലാം ചെയ്യും. ഇവൻ ക്ലച്ച് പിടിക്കും. എവിടെ വീട്? പോട്ടെ സാർ. ഹാഫ് ചില്ലി ചിക്കന്റെ പൈസ വെച്ചിട്ട് പോയാൽ മതി. എന്റെ പൈസ ഒന്നുമില്ല. പൈസ ഇല്ല നിന്റെ കയ്യിൽ. അവനുണ്ടാക്കിയ ചില്ലി ചിക്കനോടെ. ചില്ലി ചിക്കനാ? ചിക്കൻ കോക്കച്ചില്ലത് ഞാനാ സെർവ് ചെയ്തു. നീയൊക്കെ എവിടത്തെ വെയിറ്ററാടാ? സാറേ കോക്കച്ചേക്ക് ഗസ്റ്റ് വിളിക്കുന്നുണ്ട്. കോക്കച്ചേക്ക് ഗസ്റ്റ് വിളിക്കുന്നുണ്ട്. എന്താ സാർ? ഞാനൊരു ചിക്കൻ കോക്കാച്ചി ഓർഡർ ചെയ്തിരുന്നു. എന്താ ഇത്? സാർ, കോക്കാച്ചി ഒരു സ്പൈസി ഡിഷാണ്, ഡാർക്ക് പ്രിപ്പറേഷൻ. ഇതിന്റെ ഫ്ലേവർ ഒരു കരി ഫ്ലേവറാണ്, വെരി ടേസ്റ്റി. സാർ ഒന്ന് കഴിച്ചു നോക്കൂ. കൊള്ളാം, വെരി ടേസ്റ്റി. ഇതൊരു പ്ലേറ്റ് പാഴ്സൽ എടുത്തേക്ക്. ഓക്കെ സാർ, ഓക്കെ. ഒന്ന് രണ്ട് മൂന്ന് ഇത് ഇത് ക്യാമറ പറഞ്ഞു വിട്ടല്ലേ നീ വലിയ കുക്കാണ് കൊക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് മറന്നുപോയി. മറന്നുപോയാ? മറന്നവൻ എന്താടാ? കിച്ചൺ നിന്റെ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന സ്ഥലം. വന്നിരുന്നു. ഈച്ച എവിടെ? ഇതില് അത് കളഞ്ഞോ? എടാ അത് ഈച്ചടാ, ലഡുമ്പലത്തെ മുന്തിരിയാടാ, മുന്തിരി. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. ലഡു കട്ട് തിന്നടാ, ലഡു കള്ള. ഇറങ്ങി പോടാ അവിടുന്ന്. അയ്യോ മുതലാളി. എന്താണോ ഇത്?
സാറേ ഇവനെ നമ്മുടെ ലഡു കട്ടിയെന്നാക്കണ്. ആരാത്? സാറോ 2 ദിവസം കഴിച്ചിട്ട്. സാറേ ഇവനെ ചൈനീസ് കുക്കെന്നും പറഞ്ഞു വന്നാണ്. എന്റെ പൊന്നു സാറേ, ഒരു വക പണി അറിയാൻ പാടില്ലട്ടാ. കള്ളനാ കള്ളൻ. എന്ത് പണിയെടുക്കാ സാറേ? വേണ്ട സാറേ, ഞാൻ സമ്മതിക്കില്ല. വേണ്ട വേണ്ട വേണ്ട. താൻ പോയി മാനേജരെ വിളിക്ക്. വിടല്ലേട്ടാ, കള്ളനാ കള്ളൻ. വിളിക്കടോ. സാറേ ഓണർ വിളിക്കണ്ട്. സാറ് പറഞ്ഞു വിട്ടില്ലേ, അവനെ ഓണറെ ചാക്കിട്ട് അവിടെ നിപ്പുണ്ട്. സാറേ ഞാൻ എന്ത് സഹിക്കും, പക്ഷേ മോഷണം അത് ഞാൻ സഹിക്കൂല. അല്ല ഈ മോഷണം സഹിക്കൂല. എന്താടോ? എന്താ സാർ? എന്താണ് പ്രശ്നം? എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി പറഞ്ഞു വിട്ടാ മാത്രം മതി. സാർ ചൈനീസ് കുക്കാണെന്ന് പറഞ്ഞു വന്നതാ. ട്രയൽ അടിച്ചു നോക്കി, ഒരു ചുക്കും അറിയില്ല. അതെ അതെ. കണ്ടിട്ട് ഒരു പാവമാണെന്ന് തോന്നുന്നു. അല്ലല്ല, അഭിനയം സാറേ. ആണോ? ഇവനിപ്പോ ഇവിടെ വേറെന്താ ഒരു പണി കൊടുക്കാൻ പറ്റുക? ഇവനിപ്പോ കൊടുക്കാൻ പറ്റിയ പണി ഹലോ, ഒന്നും മിണ്ടാതിരിക്കാവോ? ഇവിടെ കിടന്ന് ഉറങ്ങണം. പെട്ടെന്ന് പറഞ്ഞോരോ. എടാ തുടുവിന്റെ കട്ടിലാടാ. അവനാകെ പ്രശ്നക്കാരനാട്ടാ. അവന്റെ സൈസ് കണ്ടിട്ടുണ്ടാ? വേറെ ഏതെങ്കിലും കട്ടിലുമ്പോ പോയി കിടക്ക്. അവൻ പണി പാലും വെള്ളത്തിൽ തരും. ഗുണ്ടടവൻ ആകെ പേടിയുള്ള തന്നെയാണ്. പോയി കിടന്നുറങ്ങും. അല്ല പിന്നെ 'ചോദിച്ചപ്പോ വെളുത്തു കിടന്നുറങ്ങിയോ? പോലെ 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 ചാർജ് ചെയ്തരാ, ചാർജ് ചെയ്തരാടി. ഫോൺ ചാർജ് ചെയ്ത് തരാടി. ഞാനല്ല അയാളാ. എന്റെ നടു എന്നെ പറ്റിക്കുന്നു. minutes. തുടു, നീ പോയി ബേക്കറി ക്ലീൻ ചെയ്യൂ. ശരി സാറേ. കല്ലു, നീ പോയി ഹോട്ടൽ ക്ലീൻ ചെയ്യൂ. അയ്യോ, എന്താണോ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്തായി ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്? എന്ത് കോപ്പിലെ പണിയാണോ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ ബേക്കറി ക്ലീൻ ചെയ്ത്? കസ്റ്റമേഴ്സ് കയറി വരുന്നിടത്താണോ ഇതുപോലെ കച്ചറയിട്ടുണ്ട്? താൻ എവിടത്തെ പണിക്കാരനാണോ? മര്യാദക്ക് പണിയെടുത്തില്ലെങ്കിൽ ഉണ്ടല്ല, നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിടിച്ചോടും. അയ്യോ, ക്ലീൻ ചെയ്താൽ
ആ പിടി. എന്താണ് നോക്കിയെടുക്കണ്ടേ? നിന്റെ ശമ്പളത്തിൽ നിന്ന് കിട്ടി. അല്ല ഞാൻ സാറേ ആരുല്ലേ അപ്പൊ എന്നെ അടിച്ചത്? സ്റ്റാഫ് ഫുഡ് പുറത്തുണ്ട് മോനെ. ചപ്പാത്തി ആയിരുന്നെങ്കിൽ ചിക്കൻ കൂട്ടി കഴിക്കായിരുന്നല്ലേ? കല്ലു, കിച്ചണിൽ പോയി പ്ലേറ്റ് എല്ലാം വൈപ്പ് ചെയ്ത് വെക്കൂ. പോയി തുടച്ചക്കടേ. ചിക്കനിൽ നിറയെ പൊടി. മാനേജർ, പുതിയ പണിയൊക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട. ഇവിടെ അല്ലെങ്കിലും മുഴുവൻ കഷ്ടപ്പാടാ മൊത്തം. ഒരു സാധനം എന്താ സാധനം? ഇവരിതോടെ പോയി. അയ്യോ, എന്താടോ? ഫോണൊന്ന് റീചാർജ് ചെയ്യാൻ പോണം. 5 minutes. അതിനു മുമ്പ് വന്നേക്കണം. നീ എന്താടാ? ഫോണൊന്ന് റീചാർജ് ചെയ്യാൻ. ഫോൺ ഇതല്ലേ മൊബൈലാടാ? ആ, ചെയ്യാൻ പോവാ. ഇവനെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. അടാ കൊത്തോട്ടോടാ, അതാണ് മൊബൈലോടാ. എന്തോ ആയിരിക്കും. മാണിക്കല്ലോ മഴവില്ലോ നീ, മന്ദാരപ്പൂവോ മണിമുത്താണോ, ആദ്യമായി മിഴിയോരമേ നിൻമുഖം മാമ്പൽ പൂ പോലെ, അതിലെ പൂന്തേനായി ഞാനന്ന് അവിടെ. ഇയാളെന്താ ഇവിടെ? ഞാൻ ഇവിടെ അപ്പുറത്തെ ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. എന്താ വേണ്ടേ? ഒന്നുമില്ല, വെറുതെ ഇവിടെ കയറിപ്പോ.
ഓരോ മൊഴിയാലെ കനവിൽ തൂവൽ തൂകി നീ നെഞ്ചിൽ താളം നീയായേ. ഉണ്ണിയപ്പം ഇതാരാ ഇവിടെ വെച്ചേ? ആ അറിയില്ല. ഇത്ര പെട്ടെന്ന് വീണ വെൽക്കം ടു നേതാജി. കുട്ടിക്ക് എന്താ വേണ്ടത്? ഇഞ്ചി മിഠായി, നാരങ്ങ മിഠായി, ലവ് ഇറ്റ്, കപ്പലണ്ടി മിഠായി, കിൻഡർ ജോയി. കുട്ടിക്ക് എന്താ വേണ്ടത്? 4 പപ്സ്. എന്ത്? 4 പപ്സ്. പപ്സാ? 3-4 പപ്സ് എടുത്ത് കെട്ടിപ്പൊതിച്ച് കൊടുക്കണേ. ആറ്റുന്നു മറ്റൊരു പെൺകുട്ടി വന്ന് കയറിയതാ. അവളാണെങ്കിൽ പല്ലും തേച്ചിട്ടില്ല. എടാ പപ്സ് എടുത്ത് കൊടുക്കണ. കല്ലു കല്ലു ഇവനിത് എവിടെ പോയി? കല്ലു 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 കല്ലു. അത് ശരി. എടാ കുഴിമടിയാ, നീ ഇവിടെ കിടന്നുറങ്ങാണോ? നിന്നെ ഞാനെന്നും ആഹാ, നീ പണി ചെയ്യലേ? ആ, നീ പണി ചെയ്യും. നിന്നെ കൊണ്ട് ഞാൻ പണി എടുപ്പിക്കാടാ. നടക്കണോ? നടക്കാൻ. ആഹാ, ഫുൾ കിച്ചൺ ക്ലീനിങ്. തള്ളേ തള്ളു. അടച്ചു നോക്കിയതാ. എന്തത്? അയ്യോ എന്റെ ഫേഷ്യൽ മുഖം പിന്നെ ഇതെല്ലാം നശിപ്പിച്ചിട്ടുള്ള കാര്യം. കത്തി എവിടെ? കത്തി ആ എന്തായടാ? പാപ്പ നിന്റെ വീട്ടിൽ വന്നു. വീട്ടിലെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ പേടിക്കണ്ടാ, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ ശരി.
ധർമാർത്ഥമോക്ഷം നരസിംഹം പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാഭാവിയും സർവോപരിമായിരുന്ന നിന്റെ തന്തയുടെ എല്ലിൻ പൊടിയും മാംസം കത്തിയ ചാരവും കളങ്കപ്പെട്ടു പോകും. ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷക്രിയ ഏറ്റുവാങ്ങി മാധവൻ നമ്പ്യാർക്ക് ജനിച്ചു മരിച്ചാലും പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിന് തടം വെട്ടി ഈ ചരതിലിട്ട് മൂട്. പോടാ പോ മോനെ ദിനേശ. നീ പകപോക്കാണല്ലേടാ. ചത്തതിനോട് പകയല്ല, ഉറപ്പാണ് എനിക്ക്. നിരപരാധിയായ എന്റെ ജീവിതം അതിലെ വെളിച്ചം തല്ലിക്കെടുത്തി സെൻട്രൽ ജയിലിലെ ഇരുട്ടിലേക്ക് ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല, നീ കണ്ടോ? സാറേ ഒന്ന് റീചാർജ് ചെയ്യാൻ പോവാൻ. 5 minutes അതിനുള്ളിൽ വന്നോളാം. എന്താ വേണ്ടേ? റീചാർജ് ചെയ്യണം. ഏതാ? വോഡഫോൺ. നമ്പർ പറയൂ. 808-666-7900. എത്രയുടെ? 50 രൂപയ്ക്ക്. ഒരു 50. ശരി. തുമ്പികൾ താളം തുള്ളും ചെമ്പകമേട്ടിൽ വെണ്ണില കതിരൊളിയേന്തും കരിമിഴിയാലേ നെഞ്ചിലെ കനവുകൾ നെയ്യും പൂയലിൽ ആടാം ദൂരെയാ താരകളോതും കൊഞ്ചലിൽ കൂടാം നിലവേ നീ വാവാ നിഴലായി ചാരേ മഴച്ചില്ലടിക്കൂട്ടിൽ ഞാൻ കാത്തിരിക്കില്ലേ. തുമ്പികൾ താളം തുള്ളും ചെമ്പകമേട്ടിൽ വെണ്ണില കതിരൊളിയേന്തും കരിമിഴിയാളെ വീണ
ചേരും സ്വപ്നങ്ങൾ നിറയെ കുളിരേകിയോ നിറരാവിൽ കൺകോണിൽ കുറുപ്പിൻ മോഹങ്ങൾ പിടഞ്ഞു പാലപ്പൂ വരുമ്പായൊരുങ്ങിയഴകോടെ നാളെ വന്നോതാമോ മെല്ലെ നൂറിഷ്ടങ്ങൾ തുമ്പികൾ താളം തുള്ളും ചെമ്പകമേട്ടിൽ വെണ്ണില കതിരൊളിയേന്തും കരിമിഴിയാളെ ഏതോ നാളിൽ നീ ഒന്നും മിണ്ടാതെ മനസ്സിൽ തഴുകിയില്ലയോ നറുമഞ്ഞായി വെൺമേഘപ്പളുങ്കോ വിണ്ണോരം തിളങ്ങി കിന്നാരക്കൊലുസിൽ തുളുമ്പിയ അനുരാഗം പൂവായി നീ ചായുമ്പോൾ കാറ്റായി ഞാൻ താരാട്ടാം തുമ്പികൾ താളം തുള്ളും ചെമ്പകമേട്ടിൽ വെണ്ണില കതിരൊളിയേന്തും കരിമിഴിയാളെ നെഞ്ചിലെ കനവുകൾ നെയ്യും പൂയലില്ലാടാം ദൂരെയാ താരകളോതും കൊഞ്ചലിൽ കൂടാം നിലവേ നീ വാവാ നിഴലായി ചാരേ ഈ മഴച്ചില്ലഴിക്കൂട്ടിൽ ഞാൻ കാത്തിരിക്കില്ലേ മീൽസിന് എണ്ണം കൂട്ടിയാൽ ബിരിയാണിയുടെ ചെലവ് കുറയും അതുകൊണ്ടാ മീൽസ് കുറച്ചത്. സാറേ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. ഇൻസ്പെക്ടറോ? ഫുഡ് ഇൻസ്പെക്ടർ. അയാൾക്ക് കൊടുക്കാനുള്ള കൊടുത്താണല്ലോ. പിന്നെന്താ ഒരു വരവ്? ഈ കണക്കൊന്ന് നോക്ക്. ഇതൊക്കെ അടച്ചു പൂട്ടി വീട്ടിലിരിക്കാൻ നല്ലത്. അപ്പൊ ഹോട്ടലിൽ പൂട്ടിക്കൂടെ സാറേ? ഒരെണ്ണം കൊടുക്ക്. എന്ത് സാർ പതിവില്ലാതെ? എനിക്ക് ആ കിച്ചൺ ഒന്ന് പരിശോധിക്കണം. എവിടെയാ കിച്ചൺ? ഓ സാറിന് നമ്മുടെ ആ കിച്ചൺ ഒന്ന് കാണിച്ചു കൊടുക്കും. സാറേ ഇതെപ്പോഴങ്ങോട്ട് കെട്ടിയെടുത്ത്? ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതാണോ നിന്റെ കിച്ചൺ? കാണിച്ചു തരാടാ. അയ്യോ സാറേ, എന്താ കിച്ചൺ മുഴുവൻ വെളിച്ചെണ്ണ സോപ്പും വെള്ളം. എന്റെ മുഖം മുഴുവൻ വൃത്തികേടായി. തന്നെ ഞാൻ ഈ ഹോട്ടലിൽ ഞാൻ പൂട്ടിക്കും. നോക്കിക്കോ. ഇവിടെ അബദ്ധം പറ്റിയതാ. തക്കാളി ഈ ഹോട്ടലിൽ ഞാൻ പൂട്ടിക്കും. ദിവാകരേട്ടൻ മോനെ, എന്തത്? എന്തെവിടെ? എന്താ ഇവിടെ? ഞാൻ ഇവിടെയല്ലേ. ഇത് കണ്ടോ? യവന്മാരെല്ലാം കൂടി എന്നെ കാട്ടി കൂട്ടിയത് കണ്ടില്ലേ? എന്റെ കോല കണ്ടോ? കണ്ടോ? വേണ്ട, വേണ്ട, ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. അറിയില്ല. ഈ ഹോട്ടലിൽ ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. എല്ലാം ഞാൻ ശരിയാക്കാം. നമസ്കാരം സാർ.
നീ ഇരിക്കേ. ഇവൻ നമ്മുടെ സ്വന്തം പയ്യനാ. ഓ, പോരാത്തതിന് സത്യസന്ധൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ആ, അപ്പൊ ഈ ജോലി മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു നല്ല ജോലി അവന് കൊടുത്തുകൂടെ? അതിപ്പോ ഒരു നല്ല ജോലി കൊടുത്തേക്ക്. ഓക്കെ സാർ. പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സാറേ, നമ്മുടെ ക്ലീനിങ്ങിന്റെ ഒഴിവിലേക്ക് ഒരാൾ വന്നിട്ട് വിളിക്കട്ടെ. ആ, വിളിച്ചോണ്ട് പോവാ. സാറേ, ഇന്ന ജോലിയൊന്നുമില്ല, എല്ലാ ജോലിയും ചെയ്തേക്കണം. ചെയ്യാം. എന്താ നിന്റെ പേര്? ജ്ഞാനശീലൻ. കണ്ടും കേട്ടൊക്കെ നിന്നോളണം, അതാ നിനക്ക് നല്ലത്. പൊടി. ഗുഡ്. ഇവനെന്ത് ഇവിടെ? ഇവന് എനിക്ക് പണി തരുമോ? ജ്ഞാനശീല, ഇത് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം. അത് ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത്. ഓഹോ, വെരി ഗുഡ് വെരി ഗുഡ്. നിന്നെപ്പോലെയുള്ളവരെയാ എനിക്ക് ആവശ്യം. ഇവിടെ ചില അനങ്ങാക്കള്ളന്മാരുണ്ട്, ഒരു പണിയും ചെയ്യില്ല. ഓക്കെ ഓക്കെ, carry on, carry on. ഇവൻ എനിക്കൊരു പാരയാകുമല്ലോ. ഇവനിട്ടൊരു പണി കൊടുക്കാം. മാറാരോഗികളായ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട ഞാൻ 3 പെങ്ങന്മാരെ കെട്ടിച്ചയച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛന് ഇതുപോലൊരു ചുമ വന്നത്. ഡോക്ടർമാർ എന്നോട് പറയാ, ഹൃദ്രോഗ എൻ്റെ അച്ഛന് ഇപ്പോൾ ക്ഷയരോഗം കൂടി വന്നെന്ന്. ഒരു ജോലി അന്വേഷിച്ചാ ഞാൻ ഈ ടൗണിൽ വന്നത്. പക്ഷെ ബസ് സ്റ്റാൻഡിൽ വെച്ചേ എൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ടെടുത്തിന് ഓടി. ഞാൻ പുറകെ ഓടി അവൻ്റെ. ഭീകരമായ സ്ഥലത്ത് വെച്ചേ ഒരു മുട്ടം വടി കൊണ്ട് എൻ്റെ തലക്കെട്ട് അടിച്ച്. നല്ല ക്ഷീണമുണ്ട്, ഒന്ന് ഉറങ്ങണം. ചാച്ചിക്കോ, ബാക്കി നാളെ പറയോ? ശരിയാക്കി തരാടാ. എന്ത് കഷ്ടമല്ലേ, നല്ല കഥയായിരുന്നു. ബാക്കി നാളെ പറയാവോ? അതെ, അവൻ പെരുങ്കള്ളനാ. ഒരാളെ ബസ് സ്റ്റോപ്പ് വെച്ച് പോക്കറ്റ് അടിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളതാ. പോട കണ്ണിച്ചോറില്ലാത്തവനെ. അവൻ പഞ്ചപാവ. അവന്റെ കഥ കേട്ട കരച്ചിൽ വരും. പാവം. റസ്ക് അര 20 2 പാക്കറ്റ്. 2 പാക്കറ്റ്. അത്രേ ഉള്ളൂ. കഴിഞ്ഞോ? കഴിഞ്ഞു. എടോ, ഈ കമ്പ്യൂട്ടറിന്റെ മൗസ് ഓടറോ? ഇവിടെ ഉണ്ടായിരുന്നേ. ഇവിടെ കാണാനില്ലെന്നേ. എന്താ ജ്ഞാനശീല? അല്ല സാറേ, നിറച്ച് പൊടിയായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇതല്ലേ നിന്റെ പരിപാടി? ആ മാനേജറോട് പറഞ്ഞിട്ട് എന്താ? എടാ തുടു.
അല്ലേ വേണ്ട. ഏയ്. എഴുന്നേക്ക് നേരം പോടാ 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 ഫോൺ അടിക്കണ്ട. മൊബൈലുകാർക്ക് കുറെ കാശുണ്ടാക്കി കൊടുക്കാന്നല്ല, ഇതൊക്കെ വല്ലതും നടക്കുമോ? ആ ഹലോ ചക്കരേ, ഉമ്മ 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 അച്ഛനായിരുന്നാ? അമ്മ 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 അച്ഛാ ബൾബ്, സ്പൂൺ, മൗസ്, ഫോൽക്കിൻ്റെ ചാർജർ, അടയ്ക്ക, വിളക്ക്, സ്പൂൺ. അയ്യോ, ആ മുതലാളിക്ക് തന്നെ ഭയങ്കര വിശ്വാസാ. സ്റ്റാഫുകൾക്ക് പേടി. മുടി 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 മുടിയിലത്തെ പെയിന്റുകളില്ല. മുടി ഡെയിലി കോക്കാച്ചിയുടെ എണ്ണത്തിൽ കുറവുണ്ട് സാറേ. ഓഹോ, ഞാൻ നോക്കിക്കോളാം, പോയിക്കോ. തുടോ, എന്താ പരിപാടി? കോക്കാച്ചി ഇതാണ് നിന്റെ ഒക്കെ കയ്യിലിരിപ്പ് അല്ലേ? എന്താണ് ഒരു പരിങ്ങല്? ഇന്ന് ഞാൻ കാണിച്ചു തരാടാ. എല്ലാവരും എനിക്ക് ചെക്ക് ചെയ്യണം. ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇന്ന് നിന്നെയൊക്കെ ഞാൻ ലൈനായിട്ട് നിൽക്കും. തനിക്കുണ്ടോ മോഷണം? അയ്യോ ഇല്ല സാറേ. എന്നാ തന്നെ പണി ചെയ്യ്. ഹൽദി പൗഡറിലാവോ? ഇന്ന് നിന്നെയൊക്കെ ഞാൻ എന്താണിത്? കട്ടും മോഷ്ടിച്ചു ഇവിടെ നിൽക്കാമെന്ന് ആരും വിചാരിക്കണ്ട. കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നത്. ആഹാ, ഈ ഹോട്ടൽ പൂട്ടിക്കാനാ നിന്റെ ഉദ്ദേശം? നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള അതെടുത്ത് കഴിച്ചാൽ മതി. ഇങ്ങോട്ട് മാറിക്കടാ. ആഹാ, നിനക്കുണ്ടോടാ മോഷണം? ഇല്ല. ഇവന്മാരെ കണ്ട് പഠിക്കരുത്. രണ്ടിനും ഞാൻ ജോലി ചെയ്ത് പിരിച്ചുവിട്ടിരിക്കുന്നു. എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ആക്രാന്ത പിശാചുക്കൾ. സാറേ സാറ് പറഞ്ഞോളൂ, മാറാ സാറേ. അല്ല സാറേ, ഞങ്ങള് സാറ് പോലെ സാറേ. അയ്യെന്ന് വിടറാ. നീ ഒന്നും പറയണ്ട. രണ്ടിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി.
സാർ കോക്കാച്ചിൽ ഉപ്പുണ്ടോ കോക്കാച്ചിയിൽ ഉപ്പുണ്ടോ സാറേ? സാറ് ഞങ്ങൾ 2 കോക്കാച്ചല്ലേ എടുത്തുള്ളൂ. വിശന്നിട്ടാണ്. സാറിനറിയാമോ ആ ജ്ഞാനശീലല്ലേ, അവൻ പേരും കള്ളനാണ്. അതെ സത്യം ഇല്ലടാ. ജ്ഞാനശീല അവിടെ നിന്ന് എന്താണ് ഒരു പരുങ്ങല്? ഒന്നുമില്ല. എന്താണ് നിന്റെ കയ്യില്? ഒന്നുമില്ല സാറേ. എന്റെ മാല വിഴുങ്ങില്ലടാ. ഞങ്ങൾ സാറിനോട് പറഞ്ഞല്ലോ കള്ളനാന്ന്. അതിന്റെ ബാഗിലെ സാധനങ്ങൾ നോക്കിയേ. എല്ലാ സാധനങ്ങളും ഉണ്ട്, പാത്രങ്ങളും സ്പൂണും ഒക്കെ ഉണ്ട്. അവൻ എവിടെ ആ ജ്ഞാനശീലൻ? അയ്യോ പട്ടി മാറ്റണം സൈക്കിൾ. ഒരു ചായ, ഒരു പശി. എടാ എന്റെ പൊന്നു കൂട്ടാ, ചക്കര കൂട്ടാ, എന്തിനാണ് എന്നെ ഇങ്ങനെ ഓടിപ്പിച്ചത്? വാ വാ, നിനക്ക് ബജി വേണം? അതായത് മുട്ട ബജി തരാം, മുട്ട ബജി. എന്നാ എന്റെ പൊന്നു കൂട്ടുകാരാ, എന്റെ കൂടപ്പുറപ്പല്ലേ, ആ മാല എന്നിട്ട് പോടാ. ചേട്ടാ എന്താ വേണ്ടേ? വയറിളക്കളം വരുന്നുണ്ടാ? എത്ര? ഒരെണ്ണം. ആടാ കല്ലു, നീ രക്ഷപ്പെട്ട. പപ്പനിവിടുന്ന് വീടൊക്കെ വിറ്റുപോയി. ഇനി ഒരു പ്രശ്നമില്ലടാ. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോ. എത്ര ദിവസമാണ് നിന്നെ കണ്ടിട്ട്. നീ ഇങ്ങോട്ട് പോന്നോ. ഓക്കേടാ, ഞാനെത്തി. ഞങ്ങളെ ഒന്നും ചെയ്യല്ലോ പേട്ട, പ്ലീസ്. ഞങ്ങളെങ്ങനെങ്കിലും ജീവിച്ചു പോക്കട്ടെ പേട്ട. ഞാൻ ആ തെണ്ടി വരാതെ ഈ പട്ടികളെ ഇവിടുന്ന് പുറത്തു വിട്ടേക്കരുത്. നിങ്ങളുടെ അറിവിൽ അവിടെ ഒരു ചൈനീസ് കുക്കിനെ കിട്ടാനുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നവൻ നാട്ടിലേക്ക് പോയിരിക്കുക സാറേ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യൂ. എന്താ? എന്റെ അമ്മാമ്മ മരിച്ചുപോയി, നാട്ടിലൊന്ന് പോവാൻ. മരിച്ചോ? പോയിട്ട് വാ. ശരി. ഹലോ, ലീവ് കിട്ടി ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. എല്ലാരും ഉണ്ടല്ലോ, ഒത്തില്ലേ കോളൊന്നും? രാവിലെ തൊട്ട് നിക്കണതാ, ഇതുവരെ ഒന്നും ആയില്ല. അച്ഛാ. എന്താടാ? വാ, ഒരു കാര്യം പറയാനുണ്ട്. അതെ, അച്ഛന് ഇമാതിരി പണിയൊന്നും ചെയ്യണ്ട. എനിക്കിപ്പോൾ നല്ല ജോലിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു സ്ഥലം വരെ പോവാണ്ട്. ഇവിടെ എവിടെയെങ്കിലും ആണോ? ദീ കാണുന്ന വീട് വെച്ചോ. ഇതോ? ആ. ആരാ? സ്മിതയുടെ വീടല്ലേ? അതെ, വരൂ, അകത്തേക്ക് വരൂ. ഞങ്ങൾ സ്മിതയ്ക്കൊരു ആലോചനയായിട്ട് വന്നതാണ്. സ്മിത ജോലി ചെയ്യുന്ന കടയുടെ അടുത്താണ് ഇവനും പണി. അത്
സ്മിതയ്ക്കിപ്പോ 25 വയസ്സായി. ഇതുവരെ അവളെ ആലോചിച്ചിട്ട് ആരും വന്നിട്ടില്ല. നിങ്ങളാണ് ആദ്യമായിട്ട് വരുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ? എന്താ? എങ്ങനെ നിങ്ങളോടത് പറയാ? ഞങ്ങൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളത്. ഇവൾക്കൊരു ചേട്ടനുണ്ട്. അവനിപ്പം ചെയ്യില്ല. അവനൊരാളെ കൊന്നു. നിയമത്തിന്റെ മുന്നിൽ അവൻ തെറ്റുകാരനായിരിക്കാം. പക്ഷെ ഞങ്ങളുടെ മനസാക്ഷിക്ക് മുന്നിൽ അവൻ ഒരിക്കലും തെറ്റുകാരനല്ല. അച്ഛാ, എന്താ ഇപ്പൊ ചെയ്യണ്ടേ? എനിക്ക് അവളെന്നെ മതി അച്ഛാ. പക്ഷെ നാട്ടുകാരെയും വീട്ടുകാരെയും നീ നോക്കണ്ട. നിന്റെ തീരുമാനമാണ് നിന്റെ ജീവിതം. വാ. സ്മിതയ്ക്ക് ഇവനെ ഇഷ്ടമല്ലേ? ഇഷ്ടാണ്. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കങ്ങ് നടത്തി കൊടുക്കാല്ലേ? അവിടെ എന്താ അവിടെ പ്രശ്നം? ചേട്ടാ, എന്താ പ്രശ്നം? ഒരുത്തനെ ഡയമണ്ട് മാലയെന്ന് പറഞ്ഞ മുക്ക് വേണ്ട വിൽക്കാൻ കൊണ്ടിരിക്കുക കള്ളൻ. എടുക്കടാ. അച്ഛാ, ചേച്ചിയുടെ മാല. അയ്യോ,
അപ്പൊ അത് മുക്കുകൊണ്ടായിരുന്നോടാ? നടക്കണങ്ങട്. വാ. ചേട്ടാ ആ രണ്ടാമത്തെ ചെറിയ മാല എടുത്തേ. ആ തന്നെ. ആ ചേച്ചിയുടെ മാല പോലെ ഉണ്ട് അല്ലേ? റോൾ ഡോട്ടിനല്ലേ ഇത്? ഇതിന്റെ വില എത്രയാ? 1450. നോക്കടി. അയ്യോ ഇങ്ങോട്ട് തന്നെ. ഇതാ മാലയല്ലേ? അതുപോലത്തെ തന്നെ വാങ്ങിച്ചു അല്ലേ? മിടുക്കൻ. തീർച്ചയായിട്ടും ഡയമണ്ട് മാല. കല്ലു നീ കൊള്ളാരോടോ ആള്. ഇട്ടോ ഇട്ടോ മോളിട്ടോ ഇടല്ലേ? ഭയങ്കര ഭംഗിയല്ലേ? ചേരും നിനക്ക് നല്ലതാ. എല്ലാം ഓക്കെ. അയ്യോ ചൂളമടിച്ചാഘോഷത്താളമടിച്ചാടി സതിർപ്പാടി പുളിഞ്ചോടിൻ മണ്ണാട് നെഞ്ചുകൊട നീവാട് പഞ്ചാരി താളത്തിൽ ചെണ്ടയടിക്കലെന്തേ ആടിതാകയാടിയോടി കൂടെ വരുന്നേ നീലാണ്ടൻ ചമ്പുലികൾ തോറ്റോടി ചെണ്ടലി പോലെ അടടാ ഇനി വാ വിജയം ഇത് നാം നേടി നേടിയാവേശ ചുള്ളമടിച്ചാഘോഷത്താളമടിച്ചാട് സതിർപ്പാട് ആവേശ ചുള്ളമടിച്ചാഘോഷത്താളമടിച്ചാട് സതിർപ്പാട് ചിരിച്ചു നിൽക്കുന്ന വരിക പ്രാവിനോടടക്കം ചൊല്ലണത് എന്താണ് കിണക്ക് മാറ്റിട്ടിങ്ങടുത്ത് വന്നിട്ട് ഉറക്കെ പാടടി പൂങ്കാറ്റ്